പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയുടെ അനുഗ്രഹത്തിൽ നമ്മൾ ഇന്ന് രാത്രി വിശ്രമിക്കാൻ വേണ്ടി പോവാണ്. കൊളോസോസ് ലേഖനം 3-ാം അധ്യായം 23-24 വാക്യങ്ങൾ. വചനം ഇങ്ങനെയാണ് പറയുക: നിങ്ങൾ എന്ത് ചെയ്താലും അത് മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന പോലെയല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് പോലെ ചെയ്യുക. കർത്താവ് കൃത്യമായിട്ട് നമുക്ക് പ്രതിഫലം തരും. ഈ വചനം ഒന്ന് എടുത്ത് വായിക്കണേ. കൊളോസോസ് 3:23-24. എന്ത് ചെയ്താലും ആരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ചെയ്യണം? കർത്താവിനെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുക. ഈശോയ്ക്ക് ഇഷ്ടം തോന്നാൻ വേണ്ടിയിട്ട് ചെയ്യുക, മനുഷ്യരെ പ്രസാദിപ്പിക്കാനല്ല. നമുക്ക് എപ്പോഴും ഇങ്ങനെ ഒരു ടെംപ്റ്റേഷൻ വരില്ലേ? നമ്മൾ ചെയ്യുന്നതൊക്കെ ആൾക്കാർ നല്ലത് പറയണം. ഇനി ആരിലൊക്കെ ചിലപ്പോൾ ക്രിട്ടിസൈസ് ചെയ്താൽ, നമ്മൾ ചിലപ്പോൾ നല്ല എഫേർട്ട് ഇട്ടിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്തു, ആൾക്കാരത് മൈൻഡ് ചെയ്യുന്നില്ല, ചിലപ്പോൾ നമ്മളെ തെറ്റിദ്ധരിക്കുന്നു, ഇനിയിപ്പോൾ അവർ കളിയാക്കുന്നു, നീ എന്നെ ഈ കാണിച്ചു കൂട്ടുന്നത് ഇതൊന്നൊക്കെ തട്ടിപ്പാണ്, ഉടായ്പാണെന്നൊക്കെ പറയുന്നു. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, മനുഷ്യരുടെ അപ്രീസിയേഷൻ, മനുഷ്യരുടെ അഭിപ്രായങ്ങളൊക്കെ കേട്ടിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ ചില സമയത്ത് അത് കിട്ടാതെ വരുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് സങ്കടപ്പെടും. നിങ്ങളെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കാൻ ഒരാൾ അല്ലേ, ഇപ്പം നിങ്ങളൊരു കവിത എഴുതി, ഒരു കവിത എഴുതി, അപ്പോൾ ആദ്യം അത് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു. അയ്യോ, എന്തൊരു എഴുത്തുകൾ, വാക്കുകളൊക്കെ ചാടി വരുന്നു എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ നല്ലത് പറയും. ഏത് കാര്യത്തിലും കേട്ടോ, കവിത എഴുതാനോ കഥ എഴുതാനോ ഒന്നുമല്ല. ഇപ്പം നിങ്ങളെ ഏൽപ്പിച്ച ഒരു കാര്യം നന്നായിട്ട് ചെയ്തു, കർത്താവിനെ ഓർത്തോട് നന്നായിട്ടൊക്കെ ചെയ്തു, കർത്താവിനെ ആശ്രയിച്ചോട് ചെയ്തു. ചിലപ്പോൾ ആദ്യം ആൾക്കാർ ഭയങ്കര അപ്രീസിയേഷൻ ആയിരിക്കും, മിടുക്കിയാണെന്നൊക്കെ പറയും. നമ്മുടെ ഉള്ളിലേക്ക് അതൊരു ടെംപ്റ്റേഷനായിട്ട്, ഒരു പ്രലോഭനമായിട്ട് കയറിയാലുണ്ടല്ലോ, അതായത് ഓക്കെ, അവർ നല്ലത് പറയുന്നുണ്ടല്ലോ, അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ചെയ്യാം. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നാളെ ചിലപ്പോൾ അവരത് പറയാണ്ടാവും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു വിഷമം വരും. ഇതെന്നാ ഞാൻ ഇത്രയും ചെയ്തിട്ട് തന്നെ ഇവർ നല്ലത് പറയാത്ത? നമ്മുടെ ഉള്ളിൽ ഡൗൺ ആയിപ്പോവും, നമ്മുടെ മനസ്സ് ഡൗൺ ആയിപ്പോവും. പിന്നെ അത് ചെയ്യാനുള്ള ഒരു ഉഷാറും കൂടെ അങ്ങ് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് അവിടെ പൗലോസിലേക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരിക, ഇത് നിങ്ങൾ എന്ത് ചെയ്താൽ, ഇതേ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു വചനമില്ലേ, നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ കരവേലയാണ്. ഈശോയെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുക, മനുഷ്യരുടെ അഭിപ്രായങ്ങൾക്കും അപ്രൂവലുകൾക്ക് വേണ്ടിയിട്ടല്ല. അത് കിട്ടും, നമുക്ക് ചിലപ്പോൾ നല്ലത് പറയും, സ്വീകരിക്കുക. പക്ഷെ അതിൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാവില്ല. കാരണം അത് ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം അത് കിട്ടാണ്ട് വരുമ്പോൾ നമ്മൾ സങ്കടപ്പെടും. അത് വളരെ വലിയൊരു പ്രലോഭനമാണ്. ഇതിപ്പോൾ ഇന്നീ ദിവസം ചിലപ്പോൾ നിങ്ങളിന്ന് കിടക്കാൻ പോകുന്ന സമയത്ത് ചിലപ്പോൾ ഈ മനസ്സിലോട്ട് ഇങ്ങനെ വന്നു, ഈശോയെ ഞാൻ എന്തോരം ചെയ്തു, എൻ്റെ ഓഫീസിന് വേണ്ടി, ഞാൻ പഠിക്കുന്ന ഇടങ്ങൾക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടിയൊക്കെ, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയൊക്കെ ഞാൻ എല്ലാം മുറിഞ്ഞ് ചോര നീരാക്കിയിട്ടൊക്കെ പണിയെടുത്തില്ലേ, എനിക്കൊരു നല്ല വാക്ക് പോലും ഇവർ പറയണമല്ലോ, എന്നൊന്ന് മൈൻഡ് പോലും ചെയ്യണമല്ലോ. പൗലോസ്ലീഹ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞെന്ന് പറയാണ്, കുഞ്ഞെ, നീ എന്ത് ചെയ്താലും മനുഷ്യരെ പ്രസാദിപ്പിക്കാനല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ചെയ്യുക. കർത്താവ് നിനക്ക് പ്രതിഫലം തരും. ലോകം ചിലപ്പോൾ നിൻ്റെ എഫേർട്ട് കാണില്ല, നിൻ്റെ മൈൻഡ് ഇല്ല, നിൻ്റെ അധ്വാന ഫലം ചിലപ്പോൾ അവർ ചിലപ്പോൾ തള്ളിക്കളഞ്ഞേക്കാം, ഒരു നല്ല വാക്ക് പോലും പറയില്ലായിരിക്കും. പക്ഷേ ഇന്ന് രാത്രി സമാധാനത്തോടെ കടന്നുറങ്ങണം. ഇന്നെല്ലാം കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നീ നന്നായിട്ട് ചെയ്തെങ്കിൽ നിനക്ക് അപ്രൂവൽ തരാൻ പോകുന്നത് ഈശോയാണ്. നീ നന്നായിട്ട് ചെയ്തു എന്ന് ഈശോ ഇന്ന് രാത്രി പറയാണ്. ഈ ഒരു സമാധാനത്തോടെ കിടന്നുറങ്ങ്. നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഇന്ന് നന്നായിട്ട് ചെയ്തില്ലേ? ചില കുറവുകളൊക്കെ ഉണ്ടായിക്കൊണ്ടാവും, ഈശോയ്ക്ക് അറിയാലോ. നാളെ കുറച്ചുകൂടെ എല്ലാം ഒന്ന് തിരുത്തി കൂടുതൽ കൃപയോടെ ജീവിക്കുക. ഇന്നൊരു രാത്രി സമാധാനമായിട്ട് കിടന്നുറങ്ങ്. ഈശോ നീ ചെയ്തത് കണ്ടിട്ടുണ്ട്, ഈശോ നീ ചെയ്തതിനെ മാനിച്ചിട്ടുണ്ട്. ഈശോ നിനക്ക് തീർച്ചയായിട്ടും പ്രതിഫലം തരും കുഞ്ഞെ. സമാധാനമായിട്ട് കിടന്നുറങ്ങ്. ഈശോ നിന്നെ സഹായിക്കും, ഈശോ നിന്നെ അനുഗ്രഹിക്കുന്നുണ്ട്. അനുഗ്രഹത്തിലൊരു ദിവസം നാളെ ഉണ്ടാവട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.